നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. CPM പരിപാടിയിലെത്തിയിട്ടുള്ള റിനി എന്ന് പറയുന്ന നടിയെ എടുത്തിട്ട് ഒടുക്കുകയാണ് രാഹുൽ ഈശ്വർ. നമുക്കറിയാം, തുടക്കം മുതൽ തന്നെ റിനിയുമായി ബന്ധപ്പെട്ടുള്ള പല അപ്ഡേറ്റുകളും കൊണ്ടുവന്നത് രാഹുൽ ഈശ്വറാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള ആ ഒരു സംഭവത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹം പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഒരുപക്ഷെ അധികമാരും ചിന്തിക്കാത്ത വിഷയങ്ങളാണ്, പക്ഷെ ചിന്തിക്കേണ്ടുന്ന വിഷയങ്ങളാണ്. എന്തു തോന്നുന്നു രാഹുൽ ഈശ്വറിന്റെ ആ ഒരു പ്രതികരണവും കൃത്യമായ ഇടപെടലും ഒക്കെ കാണുമ്പോൾ? രാഹുൽ ഈശ്വർ ചാനലിലാണ്, അദ്ദേഹത്തിന്റെ ചാനലിൽ തന്നെയാണ് റിനിക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. അതിൽ റിനിയെ ചേർത്ത് നിർത്തുന്ന CPMന്റെ വനിതാ നേതാക്കളെയൊക്കെ കടന്നാക്രമിക്കുകയും ഈ പറയുന്ന ചില ചാനലുകളുടെ പിൻബലം ഉള്ളതുകൊണ്ട് റിനി കിടന്നങ്ങ് വിലസുകയാണ്, അതൊന്നും വിലപ്പോകില്ല എന്നും നിയമ നടപടിയിലേക്ക് റിനി ഒന്ന് കടന്നു നോക്കൂ, അപ്പോഴറിയാം അവർ നേരിടാൻ പോകുന്ന പ്രതിസന്ധികൾ എന്താണ്, ഇതത്ര നിസ്സാര വിഷയമല്ല എന്നും റിനി പറയുകയാണ്, രാഹുൽ ഈശ്വർ പറയുകയാണ്. അതായത് വൈറലാകാൻ ഇനി ഏത് വേദി കിട്ടിയാലും റിനി അത് വിട്ടുകളയില്ല. അപ്പോൾ അങ്ങനെ റിനി CPMന്റെ വേദിയിലെത്തുന്നു. പിന്നാലെ ഇത് കൃത്യമായ ഒരു രാഷ്ട്രീയ പരിപാടി തന്നെയാണ്. പക്ഷേ CPMന്റെ വനിതാ നേതാക്കൾ പറയുന്നത് ഇത് അങ്ങനെ ഒരു രാഷ്ട്രീയ പരിപാടിയല്ല, സ്ത്രീകൾക്ക് വേണ്ടി, അതിക്രമത്തിന് ഇരയാകുന്ന സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഒരു ശബ്ദമാണ് എന്ന് പറയുമ്പോൾ അത് കൃത്യമായ രാഷ്ട്രീയ ഒരു പരിപാടി തന്നെയാണെന്ന് രാഹുൽ ഈശ്വർ പറയുന്നുണ്ട്. ഈ ഇപ്പോൾ നടക്കുന്ന ചില ഇന്റർവ്യൂകളിലെല്ലാം റിനി പറയുന്ന ഒരു കാര്യമുണ്ട്, എന്നെ പ്രൊവോക്ക് ചെയ്യിക്കരുത്, പ്രൊവോക്ക് ചെയ്താൽ ഞാൻ പലതും വിളിച്ചു പറയും. എന്താണ് റിനിക്ക് പറയാനുള്ളത്? എന്തിനെ പറ്റിയാണ് റിനിക്ക് പറയാനുള്ളത്? ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടവുമായി ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടാണല്ലോ റിനി ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എന്തെങ്കിലും ഇവർക്ക് പറയാനുണ്ടെങ്കിൽ ഇവരങ്ങ് തുറന്നു പറയണം. ഇത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ ദിവസത്തെ പരിപാടിയിൽ റിനി പറഞ്ഞിരിക്കുന്നത്, എനിക്ക്, അതായത് രാഹുൽ ഈശ്വർ ശ്രമിച്ചതും അതാണെന്ന് തോന്നുന്നു. അതായത് ഇന്നലെ വരെ റിനി പറഞ്ഞുകൊണ്ടിരുന്ന എന്തോ ഒരു ഭീകരമായിട്ടുള്ള സംഭവം നടന്നു എന്ന് പറഞ്ഞു വെച്ചൊരു സംഭവം റിനി അറിയാതെ തന്നെ ഒന്നുമേ സംഭവിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു. അത് അധികം ആരും ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷേ രാഹുൽ ഈശ്വർ ആ വീഡിയോ വീണ്ടും എടുത്ത് ഒരു വീഡിയോ ചെയ്തപ്പോൾ ആളുകൾക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്. അതായത് റിനി കഴിഞ്ഞ ദിവസം വരെ വലിയൊരു ബോംബ് പൊട്ടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നടന്ന സംഭവം എന്ന് പറയുന്നത് ഇവർക്ക് ഈ മെസ്സേജ് അയച്ചത് മാത്രമാണ്. റിനി തന്നെ പറയാണ്, എനിക്ക് വലിയ ദുരനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, 1-2 മെസ്സേജസ് വന്നു, പക്ഷേ മറ്റു പലർക്കും ഈ പറയുന്നത് പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായി എന്ന് ഞാൻ അറിഞ്ഞത് കൊണ്ട് മാത്രം ഞാൻ പ്രതികരിക്കാൻ തീരുമാനിച്ചു എന്നാണ് റിനി പറഞ്ഞത്. അത് അധികമാരും ശ്രദ്ധിക്കാണ്ട് ചെറിയൊരു സെന്റൻസ് ആയിട്ട് പോകേണ്ടതായിരുന്നു. പക്ഷേ രാഹുൽ ഈശ്വർ അത് കൃത്യമായിട്ട് അവിടെ ഇടപെടുകയും ചോദിക്കുകയും ചെയ്തു. അപ്പം 2 മെസ്സേജ് വന്നു എന്നുള്ളതായിരുന്നോ ബുദ്ധിമുട്ട്? ഇനി അഥവാ മറ്റുള്ളവർക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായി എന്ന് അറിഞ്ഞിട്ടാണ് എങ്കിൽ അതെങ്ങനെ അറിഞ്ഞു? അതാണ് രാഹുൽ ഈശ്വർ ചോദിക്കുന്നത്. അവിടെയാണ് ഇതിന് പിന്നിൽ കളിച്ചിട്ടുള്ള കളികളും കാര്യങ്ങളും ഒക്കെ നമ്മൾ ചർച്ച ചെയ്യേണ്ടി വരുന്നത്. ഇപ്പോൾ ഇതും പറഞ്ഞത് ഒരു റെലവെന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് മുൻപ് ചാനൽ ചർച്ചകളിൽ പറയുന്ന കാര്യങ്ങളല്ല മറ്റു പല വേദികളിൽ എത്തുമ്പോൾ ഇനി പറയുന്നത്. അതായത് നമുക്ക് ഈ ഫാബ്രിക്കേറ്റ് ചെയ്യുന്ന സാധനങ്ങൾ പിന്നെയും ഓർത്തെടുത്ത് പറയാൻ കഴിയില്ല എന്ന് പറയുന്നത് കറക്റ്റാണ്. അപ്പോൾ ഇതിൽ ചിലതൊക്കെ ഈ മെസ്സേജ് അയച്ചു എന്നൊക്കെ പറയുന്നത് വാസ്തവം തന്നെയാണ്, ഇല്ല എന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ അതിനപ്പുറത്തേക്ക് കേരളം ഞെട്ടുന്ന ബോംബ് എൻ്റെ കയ്യിൽ ഉണ്ട് എന്ന് റിനി എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? അങ്ങനെ ഒരു ബോംബ് ഉണ്ടെങ്കിൽ അവർക്ക് ഇതിനോടകം തന്നെ പ്രതികരിക്കാവുന്നതാണ്. അവർ പറയുന്ന ഏറ്റവും വലിയൊരു പോയിന്റ് ഉണ്ട്. അതായത് CPM സംഘടിപ്പിച്ച, അതായത് വനിതകൾ സംഘടിപ്പിച്ച ആ പെൺ പ്രതിരോധം, അതിനകത്തിൽ റിനി പറഞ്ഞ ഒരു വാക്കുണ്ട്, ഞാൻ സ്ത്രീകളുടെ ശബ്ദമാകുന്നു, ഞാൻ ഇനിയും ഇതുപോലെയുള്ള പരിപാടികൾ ഏത് പാർട്ടി സംഘടിപ്പിച്ചാലും ഞാൻ അവിടെ പോകും, സംസാരിക്കുമെന്നാണ്. അങ്ങനെ പറയുന്ന ഒരാൾക്ക് എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് ഞെട്ടിക്കുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ സ്ത്രീപക്ഷക്കാരിയാണെന്ന് ഇപ്പൊ പറയുന്നുണ്ടല്ലോ, സ്ത്രീകളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി അവർക്കത് വെട്ടി തുറന്ന് പറഞ്ഞുകൂടെ? എന്തുകൊണ്ട് അവരതിന് തയ്യാറാകുന്നില്ല? അത് ഇപ്പം അങ്ങനെ പറയുന്നതിനേക്കാളും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വിവാദം ഉണ്ടായി ഇന്ന് വരെ റിനിയെ അറ്റാക്ക് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ റിനി എന്തോ മറച്ചു വെക്കുന്നുണ്ട് എന്നാണ് മാധ്യമങ്ങൾ ഒന്നടങ്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് കണ്ടിട്ടെങ്കിലും ഇത് വ്യക്തമാക്കായിരുന്നു എന്താണ് ഇവർക്ക് പറയാനുള്ളത് എന്ന്. പക്ഷെ ഇത് ഈ പറയുന്നത് പോലെ ഒരു ആളുകൾ ശ്രദ്ധിക്കാനും, ഇപ്പം റിനി എന്ന് പറയുന്ന ഒരു നടിയെ ഇതിനു മുമ്പ്, ഈ ഒരു വിവാദത്തിന് മുമ്പ് അധികം ആരും ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷെ ഇപ്പം നടിയെന്ന് അഭിസംബോധന ചെയ്ത് ഇവരെ കുറിച്ച് ഇപ്പോഴും പലർക്കും അറിയില്ല ഇവർ അഭിനയിച്ച സിനിമകൾ ഏതാണ് എന്ന്. ഇപ്പോൾ ഒരു സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവരെ നടി എന്ന് പറയാം. എന്നാൽ പോലും ഒരു ഫേസ് റെക്കഗ്നൈസേഷൻ എന്ന് പറയുന്നത് അത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം അവരുടെ പെർഫോമൻസ് വെച്ചിട്ട് അവർക്ക് ചിലപ്പം വിശ്വാസം
കുറവായിരിക്കും, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു രീതിയിലേക്ക് പോയത്. പക്ഷെ അത് മറ്റൊരാളുടെ ജീവിതത്തെയും കൂടെ ബാധിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നില്ല. എന്തായാലും അത് മുതലെടുക്കാൻ ശ്രമിച്ചവരൊക്കെ രാഹുൽ ഈശ്വർ വിടാതെ പിന്തുടർന്ന് അതെല്ലാം പൊളിച്ചെടുക്കുന്നുണ്ട്. ഇപ്പം തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ വീഡിയോ വെച്ചിട്ട് രാഹുൽ ഈശ്വർ തുടങ്ങുമ്പോൾ ചോദിക്കുന്നത് ഇവരെ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട നടി റിനിയെ സ്വാഗതം ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് ആ പരിപാടി സ്വാഗതം ചെയ്യുന്നത്. അപ്പം രാഹുൽ ഈശ്വർ കൃത്യമായിട്ട് ചോദിക്കുകയാണ്, ഇന്നലെ വരെ കെ ശൈലജയെ അടക്കം വിമർശിച്ച അല്ലെങ്കിൽ മോശമായിട്ട് പെരുമാറിയ ആളുകളോടൊക്കെ നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞിട്ടുള്ള പാർട്ടിക്കാരടക്കം ഇന്ന് അതേ തെറ്റ് ആവർത്തിക്കുന്ന റിനിയെ പ്രിയപ്പെട്ടവൾ എന്ന് പറഞ്ഞ് അഭിസംബോധന ചെയ്യുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇവര് ഉദ്ദേശിക്കുന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ കൈവിട്ടു പോയി എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നാടകം പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് ഉറപ്പായിട്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ റിനിക്ക് ഈ സംസാരിക്കാൻ ഇപ്പൊ ചാനലുകളൊക്കെ അങ്ങ് പിന്നാലെ നടക്കുകയാണ് റിനിയുടെ. അപ്പോൾ റിനിക്ക് അവസരങ്ങൾ കൊടുക്കണം. കാരണം ഇത് പുറത്തു വരും. ഈ റിനിയുടെ ഇന്റർവ്യൂകളിൽ നിന്ന് തന്നെ ഇത് എന്താണ് ഇതിന് പിന്നിലുള്ളത് എന്നൊക്കെ ഉള്ളത് ജനങ്ങൾക്ക് മനസ്സിലാകും. നമുക്കറിയാം കേരളത്തിന്റെ ഒരു വല്ലാത്തൊരു മാറ്റമാണ് നമ്മുടെ സമൂഹത്തിനുണ്ടായിരിക്കുന്നത്. ഇന്നിപ്പോൾ വൈറലാകുന്ന ആൾക്കാരെ പ്രൊമോട്ട് ചെയ്യാൻ ഒരുപാട് ചാനലുകൾ വരും, അതുപോലെ തന്നെ പല സംഘടനകൾ വരും. നമ്മളത് കണ്ടതാണ്. ഈ മെൻസ് അസോസിയേഷന്റെ കാര്യത്തിലൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. സിബ് ഊരി കാണിച്ചവരെ വരെ മാലയിട്ട് സ്വീകരിച്ച മെൻസ് അസോസിയേഷനെ നമ്മൾ കണ്ടതാണ്. അവരെ പിടിച്ച് ഇന്റർവ്യൂ എടുക്കാൻ ചാനലുകളുണ്ട്. അപ്പോൾ ഈ വൈറലായി നിൽക്കുന്ന ആൾക്കാരെ പ്രൊമോട്ട് ചെയ്യാൻ വലിയൊരു കൂട്ടം തന്നെയുണ്ട്. ഇപ്പോൾ റിനിക്ക് ആ ഒരു അവസ്ഥയിലേക്കാണ് റിനി എത്തിയിരിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ പേഴ്സണൽ ഒരു അഭിപ്രായമാണ്. നമുക്കറിയാം മുൻപ് ഈ പറയുന്ന ഹണി റോസ് ഒക്കെ, ലിച്ചി എന്ന് പറയുന്ന ഒരു നടി, അങ്ങനെയൊക്കെ ഉള്ളവർ എങ്ങനെയാണ് അവർ വൈറലാകുന്നത്? ഈ ഉദ്ഘാടനത്തിന് പോയി അങ്ങ് വലിയ വൈറലായി. പിന്നെ ഇവരെ എല്ലാ ഏത് പരിപാടിയിൽ പങ്കെടുപ്പിച്ചാലും ആള് കൂടും എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. റിനിയുടെ കാര്യത്തിൽ ഇപ്പോഴതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. റിനി എങ്ങോട്ട് തിരിഞ്ഞാലും മൈക്കുമായി മാധ്യമങ്ങൾ പിന്നാലെയുണ്ട്, ഇന്റർവ്യൂ എടുക്കാൻ ചാനലുകളുണ്ട്. ഈ പറയുന്ന പോലെ ബോംബ് എപ്പോ പൊട്ടെന്ന് പ്രതീക്ഷിച്ചായിരിക്കും ചാനലുകൾ നടക്കുന്നത്. പക്ഷെ ഒന്നും നടക്കാൻ പോലില്ലെന്ന് ഇപ്പോ ഏറെക്കുറെ മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. ഈ എന്തെങ്കിലും ബോംബ് ഉണ്ടോ എന്ന് ക്രൈംബ്രാഞ്ചും ഇതുപോലെ തന്നെ ഒന്ന് റിനിയെ ചോദ്യം ചെയ്യാൻ, മൊഴിയെടുക്കാൻ വേണ്ടി ഇങ്ങനെ പിന്നാലെ നടക്കുകയായിരുന്നു. അവസാനം ക്രൈംബ്രാഞ്ചിന് മനസ്സിലായി ഇത് ബോംബ് പോയിട്ട് ഒരു തോട്ട പോലും ഇല്ല, എറിഞ്ഞാൽ ഇത് ചീറ്റിപ്പോകുമെന്ന് മനസ്സിലായതുകൊണ്ടാണ് റിനിയെ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഒഴിവാക്കിയിട്ടുണ്ട് പൂർണ്ണമായും. കാരണം അവരുടെ ഒരു സ്റ്റേറ്റ്മെന്റും കൊണ്ട് കോടതിയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ക്രൈംബ്രാഞ്ചിനെ എടുത്തിട്ട് കോടതി അലക്കും. അപ്പോൾ അതൊക്കെ കൃത്യമായി അന്വേഷണ സംഘത്തിന് മനസ്സിലായതുകൊണ്ടാണ് അവരിപ്പോൾ റിനിയെ പാടെ മാറ്റി നിർത്തിയിരിക്കുന്നത്. നമ്മൾ റിനിയെ വിമർശിക്കുന്നതല്ല, കാരണം റിനിയൊക്കെ വിമർശിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ കേസ് വരും. പക്ഷെ നമ്മൾ വിമർശിക്കുന്നതല്ല, നമുക്ക് മനസ്സിലാകുന്നില്ല എന്താണ് ഇപ്പോൾ. ആദ്യം ഇവർ കോൺഗ്രസിന്റെ കുറെ നേതാക്കളുടെ കൂടെ പല വേദികളിൽ പങ്കെടുക്കുന്നു. ഇപ്പോൾ CPM അവരെ ഏറ്റെടുക്കുന്നു. ഇത് റിനിയെ പോലെയുള്ള സ്ത്രീകൾ CPMലേക്ക് കടന്നു വരണം, റിനിയെ പോലെയുള്ള സ്ത്രീകൾ CPMലേക്ക് കടന്നു വരണം എന്ന് ഈ KJ ഷൈൻ ടീച്ചർ പറയുമ്പോൾ ഈ വൈറലാകുന്നവരെയെല്ലാം ഞങ്ങൾ അങ്ങ് ഏറ്റെടുത്തോളാം എന്നാണോ CPM പറയുന്നതെന്ന് മനസ്സിലാകുന്നില്ല. പിന്നെ ഇരയാക്കപ്പെട്ട അല്ലെങ്കിൽ അതിക്രമങ്ങൾ നേരിടുന്ന സ്ത്രീകളുടെ പ്രതീകമാണ് റിനി എന്ന് കാണിക്കാനാണ് എന്നുണ്ടെങ്കിൽ റിനിയെ അല്ല കാണിക്കേണ്ടത്. റിനിയുടെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ റിനിയെ പിന്തുണയ്ക്കാൻ എത്രയോ ആൾക്കാരുണ്ട്. പക്ഷേ ഇത്തരത്തിൽ പിന്തുണയൊന്നും കിട്ടാത്ത, എന്നാൽ ശക്തമായി ശബ്ദിക്കാൻ തയ്യാറാകുന്ന, എന്നിട്ടും ഒരു അവസരം പോലും കിട്ടാതെ പലരാലും ചവിട്ടി അരയ്ക്കപ്പെടുന്ന ഒരുപാട് സ്ത്രീകൾ ഈ സമൂഹത്തിലുണ്ട്. അവർക്കാണ് ഈ പറയുന്ന, നിങ്ങൾ സത്യസന്ധമായിട്ട് ഇത് സ്ത്രീകൾക്ക് വേണ്ടി നടത്തിയ ഒരു പരിപാടിയാണെങ്കിൽ അവരുടെ ശബ്ദമാണ് നിങ്ങൾ പുറം ലോകത്തേക്ക് എത്തിക്കേണ്ടത്. നമ്മൾ പറയുകയാണെങ്കിൽ വയനാട്ടിൽ കഴിഞ്ഞിടയ്ക്ക് നമ്മൾ ചർച്ച ചെയ്തതാണ്. വയനാട്ടിൽ ഒരു DYFI-കാരന് വേണ്ടി സ്വന്തം ഭാര്യയെ കൊണ്ട് കാഴ്ചവെച്ചു എന്നും പറഞ്ഞുകൊണ്ടൊരു വിവാദം. ഇപ്പൊ അതിനെക്കുറിച്ച് ഒരു ചർച്ചയും വരുന്നില്ലല്ലോ. അതൊക്കെ ഒതുക്കി. അപ്പോൾ ഇവർ ഒതുക്കേണ്ടതെല്ലാം അങ്ങ് ഒതുക്കിയിട്ടാണ് മറ്റേ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി CPM-ലെ ഈ വനിതാ നേതാക്കൾ ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്നെ അടിക്കുമ്പോ എനിക്ക് വേദനയാവും, പക്ഷെ അവനെ അടിച്ചാൽ അവനെ ഞാൻ തലോടിയതാണെന്ന് പറയും പോലെയാണ്. അപ്പോൾ ഇതാണ് CPM-ന്റെ ഒരു നിലപാട്. ഈ പരിപാടിയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇനി അതൊന്നും വിലപ്പോകില്ല. നിങ്ങൾക്ക് സ്ത്രീകൾക്ക് വേണ്ടിയാണെങ്കിൽ എല്ലാ സ്ത്രീകളെയും നിങ്ങൾ അതിൽ ഉൾപ്പെടുത്തണം. അല്ലാതെ ചില സ്ത്രീകളെ മാത്രം ഞങ്ങൾ എടുക്കും, മറ്റ് സ്ത്രീകൾ അവര് സ്വയം പോയി അങ്ങ് പോരാടിക്കൊള്ളൂ എന്നുള്ള ആ ഒരു നയം, അതൊന്നും വിലപ്പോകില്ല. അതിനെ കൃത്യമായി പൊളിച്ചെടുക്കാൻ രാഹുൽ ഈശ്വറിന് കഴിഞ്ഞിട്ടുണ്ട്. രാഹുൽ ഈശ്വർ പറയുന്ന ഒരു ഒറ്റ കാര്യമേ ഉള്ളൂ. തുടക്കം മുതൽ രാഹുൽ ഈശ്വർ പറയുന്ന ഒരു കാര്യം,
ഇത്തരത്തിലുള്ള അടിസ്ഥാനമില്ലാത്ത തെളിവുകളില്ലാത്ത ആരോപണങ്ങൾ കൊണ്ട് ഏത് സ്ത്രീകൾ വന്നാലും ഞാൻ അതിനെ ശക്തിയുക്തം എതിർക്കും. നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളൊരു ആരോപണം ഉന്നയിക്കുകയാണെങ്കിൽ അതിൽ കൃത്യമായ തെളിവുണ്ടെങ്കിൽ, നിങ്ങൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായും ഞാൻ നിങ്ങളുടെ പക്ഷത്ത് നിൽക്കും. പക്ഷേ മറിച്ച് ഒരാണിനെ വേട്ടയാടി ഇല്ലാതാക്കാൻ സ്ത്രീകളെ ഉപയോഗിക്കുന്ന നടപടികൾക്കെതിരെ, നിലപാടുകൾക്കെതിരെ അതിശക്തമായി തന്നെ ഞാൻ പോരാടും എന്ന് തന്നെയാണ് രാഹുൽ ഈശ്വർ പറയുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ചാനലുകളിലും അതുപോലെ തന്നെ റിനി എത്തുന്ന വേദികളിലും അവർ പറയുന്ന ഓരോ കാര്യങ്ങളും രാഹുൽ ഈശ്വർ വീഡിയോ ചെയ്യുന്നുണ്ട്. അതിലെ ഓരോ പഴുതും ചൂണ്ടിയെടുത്ത് രാഹുൽ ഈശ്വർ കൃത്യമായി അത് സമൂഹത്തിന് മുന്നിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ റിനിയെ പൊക്കിയെടുത്ത് വേദിയിൽ കൊണ്ട് എഴുന്നള്ളിക്കുന്ന CPM-ന്റെ ഈ വനിതാ നേതാക്കളുടെ ഈ പരിപാടി അത് ഇവർക്ക് തന്നെ 8ന്റെ പണിയായിട്ട് തിരിച്ചു കിട്ടാനുള്ള വഴിയാണ് ഇവർ ഉണ്ടാക്കി വെക്കുന്നത്. എന്തായാലും ഇനിയിപ്പോൾ CPM-ന്റെ നല്ല ഏത് വേദികളിൽ എനിക്ക് അവസരം തന്നാലും സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കാൻ ഞാൻ ഉണ്ടാകുമെന്ന് റിനി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വേദനിക്കുന്ന ഏതൊക്കെ സ്ത്രീകൾക്ക് വേണ്ടി റിനിയും CPM-ലെ വനിതാ നേതാക്കളും ഉണ്ടാകുമെന്ന് നമുക്കൊന്ന് കാണണം. കൂടുതൽ ചർച്ചകളുമായി കാണാം. നമസ്കാരം.